രൂപ ചിലവില്ലാതെ ക്രൂസിൽ പോയി വരാൻ പറ്റുമോ? എന്നാൽ പറ്റും. അങ്ങനെ ഞങ്ങൾ പോകുന്നത് നോർവേയിൽ നിന്ന് ഡെൻമാർക്കിലേക്കാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വീക്കെൻഡ് നോക്കി ഞങ്ങൾ പോയ ചെറിയൊരു ക്രൂസ് ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിനായി കൈ കരുതേണ്ടത് പാസ്പോർട്ടും വാലിഡ് റെസിഡൻസ് കാർഡും മാത്രം. ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത ശേഷം കപ്പലിനുള്ളിൽ കയറി ഞങ്ങൾക്ക് കിട്ടിയ റൂമിൽ കൊണ്ട് ബാഗൊക്കെ വെച്ച് ഞങ്ങൾ കപ്പൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇത് ഞങ്ങളുടെ 4ാമത്തെ തവണയാണ് ഈ കപ്പലിൽ തന്നെ പോകുന്നത്. അതിൽ പല ട്രിപ്പും ഫ്രീ ആയിരുന്നു എന്നതാണ് സത്യം. ഇനി ടിക്കറ്റ് എങ്ങനെ കിട്ടിയെന്നല്ലേ, വെറുതെ ഓൺലൈനിലൊരു ഗെയിം കളിച്ചതാണ്. ഒരു ഗെയിം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോലും കളിക്കുന്ന പസിൽസ് ഗെയിമില്ലേ, അങ്ങനത്തെ ഒരു ഗെയിം. ഒന്നി ക്ലിക്ക് ചെയ്തപ്പോൾ 200 നോക്കിൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഇത് ഫ്രീ അല്ലല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ആ പൈസ കപ്പലിൽ തന്നെ നമുക്ക് ചിലവാക്കാം. അതായത് അതിൽ തന്നെ ഫുഡ് വാങ്ങാനോ റെസ്റ്റോറൻറ്റിൽ കയറാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ യൂസ് ചെയ്യാം. പൊതുവെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് 2 ഡേയ്സ് കപ്പലിൽ വേറെ രാജ്യത്ത് പോയി വരാം. ഇനി ഇതൊന്നും അല്ല കേട്ടോ, പല പ്രോഗ്രാംസ് പല സ്ഥലത്ത് വെച്ച് അറ്റൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാച്ച് പോലത്തെ പല ഷോപ്പിൽ നിന്നും 2000 നോക്കിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ക്രൂസ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ നോർവേയിൽ നിന്ന് ഏറ്റവും ചീപ്പായി പോകാൻ പറ്റുന്നത് എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനൊരു സംശയം കൂടാതെ പറയും ഡെൻമാർക്ക്, അതും ഈ ഷിപ്പിൽ. ഇനി ഫിന്നിൽ ഈ ടിക്കറ്റൊക്കെ ഹാഫ് പ്രൈസിൽ കിടപ്പുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. കുറച്ച് നേരം ഇതിൻ്റെ ഡെക്കിൽ പോയി നിന്ന് കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അകത്ത് കയറി. ഇവിടെ നമുക്ക് പതാക ഉയർത്തി വെക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് കേട്ടോ. കപ്പൽ അല്ലെങ്കിൽ ബോട്ട് ടൂർ നടത്തുമ്പോൾ വേണമെങ്കിൽ ഫ്ലാഗ് നമുക്ക് ഉയർത്തി വെക്കാം. ഡെൻമാർക്കിൻ്റെ പതാകയാണ് അവർ താഴ്ത്തിയെടുത്ത് വെക്കുന്നത് കേട്ടോ. ഈ അടുത്ത് കാണുന്നതൊക്കെ ലൈറ്റ് ഹൗസും ചെറിയ ഐലൻഡുകളും ഒക്കെയാണ്. ഓസ്ലോ സെൻട്രലിൽ നിന്നും ഈ ഐലൻഡുകളിലേക്കൊക്കെ ബോട്ട് വഴി നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അത് ഇൻക്ലൂഡഡുമാണ്. ഈ ടൈമിനുള്ളിൽ ഇതിനുള്ളിൽ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഓപ്പൺ ആക്കിയായിരുന്നു. എല്ലാവരും തന്നെ ഓരോ സ്ഥലത്ത് സ്ഥലം പിടിച്ചിരിപ്പായി. ഇനി കുറച്ച് രാത്രി ആകുന്നത് വരെ ഇതിൽ പ്രത്യേകിച്ച് അനക്കമൊന്നും കാണില്ല. സോ അതിനാൽ തന്നെ ഞങ്ങൾ ഇതിൽ കൂടി നടക്കാൻ തീരുമാനിച്ചു. കുട്ടികൾക്കായിട്ടുള്ള പ്ലേ കോർണറും പിന്നെ ഗെയിം റൂംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ കയറുന്ന പോലെയായിരുന്നു ഇവിടുത്തെ ഷോപ്പിംഗ് ഏരിയ. 70% ഓഫും കൂടാതെ ടാക്സ് ഫ്രീയും കിട്ടും. എല്ലാ തവണയും ഈ ഓഫ് കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ എല്ലാത്തിനും കാണണമെന്നുമില്ല. സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ ഇങ്ങനെ ഓഫർ കാണുകയുള്ളൂ. എന്നാൽ എല്ലാം വാരിക്കൂട്ടി വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. പുറത്തുള്ളതിനേക്കാളും പൈസ കൂടുതൽ തന്നെയാണ് ഇതിനുള്ളിൽ. പിന്നെ എന്താ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആണെന്ന് മാത്രമാണ്. ഈ ട്രിപ്പിന് വരുമ്പം എന്തെങ്കിലും എടുക്കാൻ മറന്നാൽ ഒരു പ്രശ്നവുമില്ല. ഇതിലില്ലാത്തതായി ഒന്നുമില്ല. ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഫുള്ളുണ്ട്. ആകെ ഇല്ലാത്തതായി ഫുഡ് ഐറ്റംസ് മാത്രമാണ്. ചോക്ലേറ്റും സ്നാക്സൊക്കെ ഉണ്ടെങ്കിലും മെയിൻ ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നേ കിട്ടുള്ളൂ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളിൽ നിന്നും കിട്ടുന്ന പൈസ തന്നെയാണ് ഇവരുടെ ആകെ ഒരു വരുമാനം. അതുകൂടി ഇല്ലെങ്കിൽ ഇത്ര ചീപ്പ് ടിക്കറ്റ് ആയതിനാൽ എന്നേ നഷ്ടക്കച്ചവടത്തിലായേനെ കമ്പനി. ഈ കപ്പലിൻ്റെ പേര് നേരത്തെ DFDS എന്നായിരുന്നു. അത് മറ്റൊരു കമ്പനി വാങ്ങി ജസ്റ്റ് പേര് മാറ്റിയെന്നല്ലാതെ വേറെ ഒരു മാറ്റവും അത് സംഭവിച്ചിട്ടില്ല. ഈ കപ്പലിൻ്റെ പല സ്ഥലത്തും അവരത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സെയിം കപ്പൽ തന്നെയാണ്, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന്. ഇതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പം നോർവേയുടെ പൈസ അല്ലാട്ടോ കൊടുക്കേണ്ടത്, ഡെൻമാർക്കിൻ്റെ പൈസയായ ഡാനിഷ് ക്രോണാണ്. കണ്ട് വന്ന് ഞാൻ പെർഫ്യൂമിൻ്റെ ഏരിയയിലെത്തി. എയർപോർട്ടിൽ പോകുമ്പോൾ പെർഫ്യൂം അടിച്ച് നോക്കലൊരു ഹോബി ആയതുകൊണ്ട് ഇവിടെയും വിട്ട് കളഞ്ഞില്ല. എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഏകദേശം സെയിം ആയിരിക്കും. കാരണം രണ്ടിടത്തും ടാക്സ് ഫ്രീ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു.
ഞാനിതൊക്കെ വാരിത്തേക്കുന്നത് കണ്ടിട്ട് ജഗതി പറഞ്ഞ അതേ ഡയലോഗ് അരുൺ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. കണ്ട സാധനങ്ങളൊക്കെ വാരിത്തേച്ച് ഉള്ള ഭംഗി കൂടി കളയണ്ടായിരുന്നു. സോ ഞാൻ ഒരുപാട് അതിൽ കിടന്ന് കറങ്ങാതെ ചോക്ലേറ്റും കുപ്പിയൊക്കെ ഉള്ളിടത്തേക്ക് പോയി. നാടൻ പട്ടിക്കും ഷൂസോ എന്ന് പറയുന്ന പോലെ ആവശ്യത്തിലധികം ആഡംബരത്തിൽ ഓരോ കുപ്പികൾ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല മ്യൂസിക്കൊക്കെ കേട്ട് എല്ലാവരും റെസ്റ്റോറൻറ്റുകളിലും കോഫി ഷോപ്പുകളിലും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോയത് ചെറിയൊരു പപ്പ് പോലത്തെ ഏരിയയിലേക്കായിരുന്നു. അവിടെ എന്തൊക്കെയോ മത്സരങ്ങളോ അതിൻ്റെ വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പബ്ബായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്ര നേരത്തെ ഇവിടെ എത്തിയിട്ടേ ഇല്ല. ചെറിയൊരു മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും അതിൽ കയറി ഡാൻസ് കളിക്കായിരുന്നു. ബട്ട് എല്ലാവരും ഒന്ന് ഓണായി വരുന്നതേ ഉള്ളായിരുന്നു. കുറച്ച് കുട്ടികൾ അതുകൊണ്ട് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു കോക്ടെയിലൊക്കെ അടിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ ബൂത്ത് പോലത്തെ കുറച്ച് സംഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് പോയി ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിസ്സ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഡിന്നർ. കുറച്ച് നേരം മ്യൂസിക്കും പബ്ബിലും ഒക്കെ പോയിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്നു. അപ്പം ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ 2 പേർക്കുള്ള ടിക്കറ്റ് ഞാൻ ഗീവ് അവേ ആയിട്ട് തരാം കേട്ടോ. അതിനായി ഇതിൽ കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ DM ചെയ്താലും മതി കേട്ടോ. സോറി, ഒരൊറ്റ കാര്യം കൂടി, ഈ ഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോർവേ ആണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ഫ്രഷ് ആയ ശേഷം നമ്മുടെ ബോർഡിംഗ് പാസ് റെസ്റ്റോറൻറ്റിൽ കാണിച്ചാൽ ഫുഡ് കിട്ടും. ബുഫേ ആയതിനാൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 10 മണി ആകാറായപ്പോഴേക്കും ഞങ്ങളുടെ കപ്പൽ ഡെൻമാർക്കിൻ്റെ തീരത്തേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഡെൻമാർക്കിലെത്തി. ഇവിടെ 6 മണിക്കൂർ നമുക്ക് ചിലവഴിക്കാം. അതിനുശേഷം തിരിച്ച് നോർവേയിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.